അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇപ്പോൾ രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയാണ് അശോക് ഗെഹ്ലോട്ടാണ് ഈ പദ്ധതിയിൽ ആദ്യം ഒപ്പിട്ടത് എന്നുള്ളതാണ് BJP ആവർത്തിച്ച് പറയുന്ന വാദം. പിന്നെ എത്ര സംസ്ഥാനങ്ങൾ ഇതിനകം ഒപ്പിട്ടു? 2-3 സംസ്ഥാനങ്ങളാണ് വിട്ടുനിന്ന്. അതിൽ തന്നെ ഇപ്പോൾ കേരളം ഒപ്പിട്ട് കഴിയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഒപ്പിടുകയൊക്കെ ചെയ്തിരിക്കുന്ന കോൺഗ്രസ് ഇപ്പോൾ ഇരുട്ടിൽ നിർത്തി കേരളം മൊത്തം ഇരുട്ടിലാണെന്ന രൂപത്തിൽ പ്രതികരിക്കുമ്പോൾ അതൊരു ഇരട്ടത്താപ്പില്ലേ എന്ന ചോദ്യം മറുവശത്ത് നിന്ന് ഉയരുന്നുണ്ട്. ലീഗ് ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടെന്താണ്? ലീഗ് ഇതിനകത്ത് എടുക്കുന്ന നിലപാട് സുവ്യക്തമാണ്. ഇത് ഒരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റാണ് നടന്നിരിക്കുന്നത്. ഈ ഐഡിയോളജിക്കൽ ഇഷ്യൂ, അതായത് ഒരു കൂട്ടം ആളുകളെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള എക്സ്ക്ലൂസിവിറ്റിയുടെ പോളിസിയുമായിട്ട് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിക്കും അതിന് മുമ്പും ഒക്കെ ഒരുപാട് ചർച്ചകളുണ്ടായി. അതിന് ശക്തമായ നിലപാടെടുത്തുള്ള ആളുകളാണ് ജവഹർലാൽ നെഹ്റുവും സർദാർ പട്ടേലും മൗലാന ആസാദും അംബേദ്കറും ഒക്കെ. അന്ന് മുതൽ ഇന്ന് വരെ യാതൊരുവിധ ഡൈല്യൂഷനും, ഈ പറഞ്ഞ ഈ ഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഡൈല്യൂഷനും ഇല്ലാതെ ഇന്ന് വരെ കൊണ്ടുവന്നതിന് ശേഷം 2020 ഒരു നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി കൊണ്ടുവരുന്നു. ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ച് നമ്മൾ സുദീർഘമായി ചർച്ച ചെയ്തതാണ്. എൻ്റെ കയ്യിൽ അതുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. എവിടെയൊക്കെയാണ് നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ പുതുതായി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഈ പോളിസി എന്തുകൊണ്ടാണ് എതിർക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടുത്തെ പ്രശ്നം, നിങ്ങൾ PM ശ്രീയുടെ വെബ്സൈറ്റിൽ നമ്മൾ നോക്കിയാൽ ആ വെബ്സൈറ്റിൽ നിങ്ങൾ സെലക്ഷൻ ത്രൂ ചലഞ്ച് മെത്തേഡ് വിത്ത് 3 സ്റ്റേജ് പ്രോസസ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ സ്കൂളുകളെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റേറ്റ് ഷാൽ സൈൻ MOU ഫോർ ഇംപ്ലിമെൻറ്റിംഗ് NEP 2020 ഒരു കണ്ടീഷൻ. അതായത് ഓരോ സ്റ്റേറ്റുകളും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 സ്റ്റേറ്റിൽ പൂർണ്ണമായി നടപ്പാക്കുമെന്ന് ഉറപ്പ് കൊടുത്താൽ മാത്രമേ അവർക്ക് PM ശ്രീ പദ്ധതിയിലുള്ള ഫണ്ട് ലഭിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. ഇതിനെ നിങ്ങൾ യാതൊരു തരത്തിലും ഇതിനെ ഒരു പ്രഷർ അല്ല എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. ഇനി ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എഴുതി വെച്ചതിനകത്ത് ഇപ്പം മന്ത്രി എന്താ പറയുന്നത് അറിയുമോ? CPM-ഉം CPI-യും തമ്മിലുള്ള വിഷയമൊന്നുമില്ല. ഇതൊരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റിൻ്റെ ഇഷ്യൂമാണ്. 1960-കളിൽ CPM CPI പിരിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഐഡിയോളജിക്കൽ വേരിയേഷൻസ് ഇല്ലേ, പാർട്ടിയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അവരെങ്ങനെ മുന്നോട്ട് പോകണം, റൈറ്റ് വിങ്ങിലേക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട ഒരു സ്റ്റേജ് എത്തിയിരിക്കുന്നു. ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ 2ാമത്തെ പേജിൽ വളരെ വ്യക്തമായി അവർ ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. സ്റ്റേറ്റ് വിൽ ഇംപ്ലിമെൻറ്റ് ഓൾ ദ പ്രൊവിഷൻസ് ഓഫ് ദി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഇൻ എൻറ്റയറിറ്റി വിതിൻ ദ എൻറ്റയർ സ്റ്റേറ്റ്. ഈ ഭൂമിയിലെ ഈ 14,500 സ്കൂളിൽ മാത്രമൊന്നുമല്ല, ഈ സ്റ്റേറ്റിലെ 14,000 സ്റ്റേറ്റിൽ എടുക്കുന്ന 10-100 സ്കൂളുകൾ മാത്രമല്ല, എൻ്റെ സ്റ്റേറ്റിലും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന് ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് അവസാനം 6ാമത്തെ പേജിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷാൽ അബൈഡ് ബൈ ദി ഡയറക്റ്റീവ്സ് ഇഷ്യൂഡ് ബൈ ദി DOSC ആൻഡ് L ഫ്രം ദ ടൈം ടു ടൈം വിത്ത് റെസ്പെക്ട് ഓഫ് ദ സ്കീം. ഈ സ്കീമുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചു കൊള്ളാം എന്ന് പറയുകയാണ് ഇതിനകത്ത്. അതിനുശേഷം ഇതിന് പീരീഡ് പറഞ്ഞിട്ടില്ല. ഒന്നുകിൽ 31/3/2027 വരെ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിക്കുന്നത് വരെ. എന്നിട്ട് അവർ പറയും ഏത് സമയത്ത് 30 ദിവസം ഇത് ടെർമിനേറ്റ് ചെയ്യാം, ഇതിനായിട്ട് വയലേറ്റ് ചെയ്താൽ. ഈ കൊടുത്തിരിക്കുന്ന പണമൊക്കെ മാസം കൊടുക്കാമെന്നൊക്കെ പറയുന്ന തുകയില്ലേ, ഒരു മൊമെൻറ്റിൽ അവർക്ക് നിർത്തിക്കളയാം. ഇതേലായിട്ട് പോയി ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അവരുടെ ആവശ്യം ഒന്നേ ഉള്ളൂ, സെൻട്രൽ ഗവൺമെൻറ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നടപ്പാക്കുക എന്നുള്ളത്. എനിക്ക് എൻ്റെ ജയചന്ദ്രനെ കുറിച്ച് എനിക്ക് പറയുമ്പോൾ ജയചന്ദ്രൻ്റെ RSSൻ്റെ ഐഡിയോളജി നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരികളാണ് അദ്ദേഹം പറയുന്നത്. ഈ ശരികൾ ഇവിടെ ഒരു വിഭാഗം ആളുകൾക്ക്, കമ്മ്യൂണിസ്റ്റുകാരുൾപ്പെടെ കോൺഗ്രസ്സുകാരുൾപ്പെടെ രാജ്യത്തെ മുഴുവൻ ഗാന്ധിയോടൊപ്പം നിന്ന, നെഹ്റുവിനോടൊപ്പം നിന്ന, ഇന്ന് വരുന്നിരുന്ന മുഴുവൻ ആളുകളും എതിർത്തിരുന്ന എക്സ്ക്ലൂസിവിറ്റിയുടെ ഐഡിയോളജിക്കെതിരെ നമ്മൾ പോരാടിയതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ കഴിഞ്ഞ 16-ാം തീയതി അതിൽ നിന്നും വ്യതിചലിച്ചിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ വ്യതിചലനം എന്ന് പറയുന്നതിനെക്കുറിച്ച് CPI-യും CPI-യും കൂടെ അടച്ച റൂമിൽ നിന്ന് പരിഹരിക്കേണ്ട വിഷയമൊന്നുമല്ല ഇത്. നിങ്ങളുടെ ഐഡിയോളജി നിങ്ങൾ ഡിഫ്യൂസ് ചെയ്തിരിക്കുന്നു, നിങ്ങളത് ഡൈല്യൂട്ട് ചെയ്തിരിക്കുന്നു, നിങ്ങൾ അവരുടെ മുമ്പിൽ അടിയറ വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ അടിയറ വെച്ചത് 2 പേരെ തോളെ കൈയിട്ടാത്തിരുന്ന വിഷയമാണ് ഇത്. അത് നിങ്ങൾ പറയേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഏതോ ഒരു സെക്രട്ടറി ഒപ്പിട്ട് കളഞ്ഞുന്നോ. അവർ പറഞ്ഞു സെക്രട്ടറി ഒപ്പിട്ട് തെറ്റായിപ്പോയി, ഞങ്ങൾ തിരുത്താൻ പോകുന്നു എന്ന് വാക്ക് പറയാൻ പറ്റുന്നുണ്ടോ അവർക്ക്? ഇനി ഇവർ തമ്മിൽ എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുന്നത്? CPI-യും കൂടെ ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് ചേർക്കാണോ? CPI-യും കൂടെ സമ്മതിക്കുക, അവിടെ പ്രശ്നം തീർന്നില്ലേ? അതൊന്നുമല്ല പ്രശ്നം തീരുന്നത്. രാജ്യം വലിയ അപകടകരമായ ഒരു ഐഡിയോളജി ഇവിടെ ജനങ്ങളിലേക്ക് ഇൻഫ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം പഠിക്കട്ടെ എന്ന് പറഞ്ഞ് എന്താ പഠിക്കണമെന്ന് പറഞ്ഞെന്നറിയോ? മഹാത്മജി അസാസിനേഷനെ മഹാത്മജി ഡെത്തായി മാറിയിരിക്കുക.
നിങ്ങൾ ഇന്ന് നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞില്ലേ ആരെക്കുറിച്ച് പഠിക്കണം, വി ഡി സവർക്കറെ കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞില്ലേ. വി ഡി സവർക്കറെ കുറിച്ച് പഠിക്കുമ്പോൾ മഹാത്മജി അസാസിനേഷന്റെ ജഡ്ജ്മെന്റ് ഉണ്ട്. ആ ജഡ്ജ്മെന്റിന്റെ 58-ാം പേജും 88-ാം പേജും 89-ാം പേജും ഒക്കെ വായിച്ചു നോക്കണം. അതിനകത്ത് ഒരു അപ്രൂവറുടെ മൊഴിയുണ്ട്. എങ്ങനെയാണ് മഹാത്മജിയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം കൂട്ടുനിന്നത് എങ്ങനെയാണെന്ന്, വി ഡി സവർക്കർ കൂട്ടുനിന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ജനുവരി 31 മഹാത്മജി 1948 മരിക്കുമ്പോൾ 14 ദിവസം മുമ്പ് അതിൻ്റെ കോൺസ്പിറസി നടന്നതിനെക്കുറിച്ച് ഒരു അപ്രൂവർ നേരിട്ട് കണ്ടയാളുടെ മൊഴിയാണ്. അതിനെ കൊറോബറേറ്റ് ചെയ്യാനുള്ള എവിഡൻസസ് ഇന്നത്തെ പോലെ ടവർ ലൊക്കേഷൻ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അതില്ലാത്തത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടയാൾ. എന്നിട്ട് മഹാത്മജിയെക്കുറിച്ച് ഇവരൊക്കെ എങ്ങനെ പറയാൻ പറ്റും? മഹാത്മജിയെക്കുറിച്ച് ഉണ്ടാവുമോ ഇനി പഠിപ്പിക്കാൻ, കരിക്കുലത്തിൽ ഉണ്ടാവുമോ? അതോ സവർക്കറെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ മിഡീവൽ ഇന്ത്യ മുഴുവൻ എടുത്ത് കളഞ്ഞില്ലേ നിങ്ങൾ കരിക്കുലത്തിൽ നിന്ന്? നിങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിലൂടെ ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് നടത്തി എല്ലാ മിഷണറികളെയും നിങ്ങൾ എടുത്ത് കളഞ്ഞില്ലേ? ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നിങ്ങളെല്ലാം കുട്ടികൾ പഠിക്കട്ടെ എന്നല്ലേ വിചാരിച്ചത്? നിങ്ങൾ എന്താ ചെയ്തത്? എല്ലാം കുട്ടികൾ പഠിക്കാൻ നിങ്ങൾ അനുവദിച്ചില്ല. നിങ്ങളിതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഒരു ഐഡിയോളജി ഉണ്ട്. 1925 ഈ നാട്ടിൽ അടിച്ചേപ്പിച്ചൊരു ഐഡിയോളജി. അതിൻ്റെ 100-ാം വാർഷികത്തിൽ ആ ഐഡിയോളജി മാത്രം ഇവിടെ മതിയെന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ അതിനോടൊപ്പം പിണറായി വിജയൻ ശിവൻകുട്ടി നിന്നാൽ, ആ ശിവൻകുട്ടിയും പിണറായും തോളേൽ കയറ്റിട്ട് CPI കൂട്ടിക്കൊണ്ട് പോയാൽ അത് തെറ്റാണെന്ന് വിളിച്ചു പറയേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അത് ശരിയാണെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ജയചന്ദ്രനൊരു തർക്കമില്ല. ജയചന്ദ്രൻ ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. സുരേന്ദ്രൻ അതുപോലെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഹെഗ്ഡേവാറിനെ കുറിച്ച് പഠിപ്പിക്കും, ദീൻ ദയാൽ ഉപാധ്യായെ കുറിച്ച് പഠിപ്പിക്കും, ഗാന്ധിയെ കുറിച്ച് പഠിപ്പിക്കണമെന്ന് നിർബന്ധമില്ല എന്നും പറയും. നെഹ്റുവിൻ്റെ പേരും ഇന്ദിരാഗാന്ധിയുടെ പേരും ഒക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് കാലം ഈ ചരിത്രം ഇന്ത്യയുടെ ചരിത്രം പഠിച്ചു വരുമ്പോൾ ഒരുപാട് ത്യാഗമെടുത്തിട്ടുള്ള ആ മഹാന്മാരുണ്ടാക്കി വെച്ച ഒരു സംവിധാനമാണ് നമ്മുടേത്. ഇത് ഇങ്ങനെ വേണ്ട, ഈ സ്വാതന്ത്ര്യം തന്നെ ഇങ്ങനെയാണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ ആളുകളെ കുറിച്ച് പഠിപ്പിക്കുമെന്നായി പറഞ്ഞത്. അതിന് കൂട്ടുനിൽക്കാൻ പിണറായി വിജയൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ, അതിന് കൂട്ടുനിൽക്കാൻ ശിവൻകുട്ടി തയ്യാറാകുന്നുണ്ടെങ്കിൽ ഒരുപാട് ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ അവരോടൊപ്പമാണെന്ന് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നതിന് തുല്യമാണ്. അതിന് CPI ആയിട്ട് ചർച്ചയൊന്നും വിഷയമില്ല. CPI വേണേൽ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. അല്ലെ CPI അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജി നിങ്ങൾ പൂർണ്ണമായും ത്യജിച്ചിരിക്കുന്നു. അത് ജനങ്ങൾക്ക് ഞാൻ പല ചർച്ചകളിലും സ്മൃതിയോടൊപ്പം ഇരിക്കുമ്പോൾ പോലും ഞാൻ അതിശക്തമായ മെറിറ്റിൽ നിന്നുകൊണ്ട് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലും ഞാൻ വിമർശിക്കുകയുണ്ടായിരുന്നുള്ളൂ. കാരണം രാജ്യത്തൊരു വലിയ ഐഡിയോളജി അപകടകരമായി നിൽക്കുന്നു. ആ അപകടകരമായി നിൽക്കുന്ന ഐഡിയോളജിയെ നേരിടുമ്പോൾ ഒന്നിച്ചൊന്ന് പോരാടണമെന്ന് കരുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ആ ഐഡിയോളജിയോടൊപ്പം നിങ്ങൾ ഇഴുകി ചേർന്നിരിക്കുന്നു. നിങ്ങൾ ഈ കഴിഞ്ഞ 16-ാം തീയതി ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അതാണോ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളോടുള്ള ചോദ്യം. നിങ്ങൾ സമരം ചെയ്ത വിഷയങ്ങൾ, നിങ്ങൾ എടുത്ത നിലപാടുകൾ നിങ്ങൾ തന്നെ റദ്ദു ചെയ്യുകയാണ്. ഇതാണ് നിങ്ങൾക്കെതിരെയുള്ള ആരോപണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.